ക്യാമ്പ് തുടങ്ങാൻ പോവാണ്. ഗൈസ് വീണ് ഒപ്പിടാൻ പോവാണ് ഗൈസ്. ഇവിടെ ക്യാമ്പിനെ പറ്റി ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തരാം. ആദ്യത്തെ 2 ദിവസം ക്യാമ്പിൻ്റെ ഫസ്റ്റ് ഫേസ് 1. ഇതൊക്കെ ഇത് 5 മണിക്കൊക്കെ എണീക്കണം, എങ്ങനെയാണെന്തോ പോട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഫസ്റ്റ് ഡേ ഇന്ന് 7:00 രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ പതാകയൊക്കെ കയർത്തിട്ട് നേരെ സൈക്കോ പാർക്ക്. യെസ്, ഇന്നത്തെ സ്ഥലം സൈക്കോ പാർക്ക്. ഗൈസ് ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. അത് വിട്ട് എന്താ പറയാൻ, ഒരുപാട് പേര് ഇവിടെ പേഷ്യൻസ് ആയിട്ടൊക്കെ ഉണ്ട്. ഡി അഡിക്ഷൻ സെൻ്ററാണ് ശരിക്കും ഇത്. സൂപ്പറാണ്, നല്ല സൂപ്പറായിരിക്കണം. ഹായ് സാർ, നമ്മുടെ പ്രിൻസിപ്പൽ ഗൈസ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഞങ്ങൾ പഠിച്ച് മാത്രം കിട്ടും. പാവലോ ഇരിപ്പുണ്ട്. അയ്യോ സീൻ. അതെ, ഞങ്ങളെ രഞ്ജിനി മിസ്സിനാണ് ഇതൊക്കെ ഓർക്കുന്ന കാര്യം. മിസ്സാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചത്. ഓക്കെ, ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആദ്യം സ്റ്റാമിന വേണം. അപ്പം നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്തൊരു സ്ഥലത്തോട്ട് പോവാണ്. ഇവിടെ പണ്ടത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല രസമുണ്ട്, നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ഇനാഗുറൽ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്താ അറിയാമോ? ഇവിടെ നമുക്ക് എന്തും ചെയ്യാം. നമ്മളിവിടെ നമ്മുടെ സൈക്കോളാണ്, നമുക്ക് ചിരിക്കാൻ, നമുക്ക് കളിക്കാൻ, എന്തും ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. ആദ്യത്തെ സെക്ഷൻ പാട്ടിട്ട് ഡാൻസ് കളിക്കാനൊക്കെയാണ് പറഞ്ഞത്. ശരിക്കും ഞങ്ങളിവിടെ ഡാൻസ് ചെയ്യാൻ പോവാണ്. അതാണ് ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഡാൻസ് ചെയ്ത് നമ്മളെ വൈബാക്കുക, അത് രസമാണ്. ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രീ മൈൻഡാണ്, സൂപ്പറാണ് അല്ലേ? അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. ഇതിനകത്താണ് കയറാൻ വേണം, പക്ഷെ ഇതിനകത്ത് ക്യാമറ അലൗഡ് അല്ല. സോ സോറി ഗൈസ്, ബൈ. പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യന്മാരും ഉണ്ട്. ഈ മൃഗങ്ങളെ മനുഷ്യന്മാരെയൊക്കെ അമ്മായി അമ്മയായിട്ടാണ് ഈ ടോട്ടം. നമ്മുടെ അമേരിക്കൻ കൺസെപ്റ്റാണ്, നമുക്ക് അറിയില്ല. എന്നാൽ നമ്മുടെ കേരളത്തിൽ ടോട്ടം ഉണ്ട്. ഒറ്റ രൂപം കേട്ടുണ്ടോ? ഒറ്റ രൂപം ഇല്ല പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇപ്പൊ നമ്മളൊരു പുതിയ വീട് വാങ്ങിച്ചു, പുതിയ ഫ്ലാറ്റ് വാങ്ങിച്ചു, അതെന്തിനു വേണ്ടാ? കണ്ണിട്ടാതിരിക്കാൻ വേണ്ട. അതുപോലെ നമ്മുടെ വീട്ടിൽ കുഞ്ഞു ബേബി ജനിച്ചു, ഒരു കുഞ്ഞു വാവ ജനിച്ചു വെച്ചോ. ആ ബേബിക്ക് നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കും? വരച്ചു കൊടുക്കും അല്ലേ? അതെല്ലാം എന്തിനു വേണ്ടാ? കണ്ണ് വിടാതിരിക്കാൻ വേണ്ട. പാടത്ത് കോലം വെക്കുന്ന എന്തിനാ? കണ്ണ് വിട്ടാതിരിക്കാൻ വേണ്ടിട്ടാ. ഈ ബാംബു ബോയ്സ് സിനിമയില്ലേ, ബാംബു ബോയ്സ്, അതിനകത്ത് അവർ മുള ദൈവം കൊണ്ട് കൊണ്ടുനടക്കുന്ന ഒരാളില്ലേ, അതെല്ലാം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തോട്ടത്തിന്റെ വേറൊരു ചെരുപ്പ് കുത്തി വെച്ചേക്കുന്നു. എന്താ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപർണയുടെ ഷോയാണ്, പ്രഹസനമാണ്. അപർണ ഷോ സെറ്റ്. ഇനി ഞാനും തല കേറൂല തോന്നുന്നു. കോമഡിയാണ്. ഞാൻ കോമഡിയാണ്. ആദ്യ ടീച്ചർ ഇഷ്ടമാണ്. മൈ ബ്രെയിൻ മൈ മൈൻഡ് മൈ തോട്ട് മൈ ലൈഫ്. ഓക്കെ, ആദ്യ ടീച്ചറെ തല. വാവ്, നല്ല തല. വാ ഇല്ല. യെസ്, സാമ്പാർ കാണും. ഫുഡ് കഴിക്കാൻ പോണ ഗൈസ്. കന്യാകുമാരി പോകുമ്പോൾ നമ്മൾ ഫുൾ തമിഴാണേ ഗൈസ്. കൂവി വിളിച്ച് ഇതിൽ നിന്ന് വെള്ളം പൊങ്ങി വരും എന്നാണ് പറയണത്. ഒരു ഗൈസ് അങ്ങനെ കണ്ട് വൈകുന്നേരമായി. അപ്പോൾ അവിടെ ചായയും വടയും ഒക്കെ കിട്ടി. ഓ സെറ്റ്. പറയുന്നത് എന്ത് വേണം ഗൈസ്. സജിൻ സാർ ലേഖാമിസോട് നമുക്ക് മാതൃക.
കിടന്ന് കാണിക്കുന്നുണ്ടോ രണ്ടുപേരും കൂടെ. തിലിപ്പര ഒന്നും വേണ്ട. കൊള്ളാന്ന് ഒരു കറക്കി വിടട്ടെ ഒന്നൂടെ. അഭിനീതിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഹായ്, എങ്ങനെയുണ്ട്? നൈസ്, സൂപ്പർ. ഗൈസ്, നമ്മൾ അടുത്ത തിയേറ്ററിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഗൈസ്, നമ്മൾ സിനിമ കാണാൻ പോവാണ്. ആരോമൽ വന്ന് നിൽക്കുന്നു. ആരോമൽ മഞ്ഞമ്മൽ പോയിട്ട് ഇംഗ്ലീഷ് ആണോ? ഗൈസ്, സമയം വൈകിട്ടായി. ബാങ്ക് വിളിച്ച് അങ്ങനെ അവർ നോമ്പ് തുറക്കാൻ പോവാണ് 4 പേര്. എന്താ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാഴ്ച. ഇവർ നോമ്പ് മുറിക്കുമ്പോൾ അതിനു വേണ്ടി വീട്ടിൽ പോകാണ്ട് വെയിറ്റ് ചെയ്താണ് നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും എന്തേ നിൽക്കണത്. അതും കൂടെ ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിൽ വലുത് എന്ത് വേണം? അതിനെങ്ങോട്ട് കുണുങ്ങി പോണ്? ഗണേശേ, ഹാപ്പി അല്ലേ? ഇവിടെ മാത്രം ഞങ്ങളുടെ പ്രത്യേകതയാണ്. ഇവിടെ ഏത് പാർക്കിൽ കയറിയാലും ഒന്നും തന്നെ നമ്മളടുത്ത് അവിടെ കയറുന്നത് ഇവിടെ കയറുന്നത് കുഞ്ഞു പിള്ളേർക്കാണുള്ളതാണ്, അങ്ങനെ ഒരു സംഭവം ഒന്നും പറയത്തില്ല. എല്ലാവർക്കും കയറാം. നമ്മുടെ കൂടെ കൂടി നമ്മുടെ വൈബായി. അപ്പോൾ ഗൈസ്, വൈകിട്ടായി. 1ാമത്തെ ദിവസം ഇവിടെ തീരുവാണ്. ബൈ.